പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോ എങ്ങനെ ഇത് മാറ്റി നിർത്തും? എന്ത് പറയും അവരോടൊക്കെ? ഈ യങ്ങായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് മുമ്പിൽ ഞാൻ അത്ര യങ്ങൊന്നല്ല, ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂളും ആണ്. അപ്പൊ എന്റെ ഈ ഓൾഡ് സ്കൂൾ വൈബും ഈ പ്രോഗ്രസീവ് തോട്ട്സും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ആൾക്കാർ കുറവാണ്. അപ്പം ഒന്നുകിൽ അവര് ഭയങ്കര പ്രോഗ്രസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവര് ഭയങ്കര ഓൾഡ് സ്കൂൾ ആയിരിക്കും. ഞാൻ ഇതിന്റെ ഒരു മിക്സ്ചറാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരും ഞാനും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. എല്ലാവരുടെയും ട്രോമാസും ഇഷ്യൂസും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങളെ വീണ്ടും നമ്മൾ ഇരുന്ന് വിശകലനം ചെയ്യുമ്പം ഇതൊന്നും ശരിയല്ല. അപ്പം ആ ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് ഇനി പോവരുത്. ഇത്രയും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ലേണിംഗ് ഭയങ്കരമായിരുന്നു. ഇപ്പൊ അൺലേണിംഗും ഭയങ്കരമാണ്. ഇത് രണ്ടും കൂടെ ഓക്കെ ആയിട്ട് വരുന്ന കാലത്ത് 10-50 വയസ്സാവുമായിരിക്കും. പക്ഷെ അന്ന് മതി. ഇപ്പൊ റോങ് പാർട്ട്ണറെ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ബെസ്റ്റസ്റ്റ് ഡിസിഷൻ ലൈഫിൽ എടുക്കേണ്ടതിൽ ഒന്ന് സ്പൗസിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരു ദീർഘകാലത്തേക്കാണോ നോക്കുന്നത്, ഷോർട്ട് ടൈം? ഞാൻ ദീർഘകാലത്തേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ഇത്രയും ടൈം അതിൽ ഷോർട്ട് ടൈം ആയിട്ട് സംസാരിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. എനിക്ക് അങ്ങനെ ഞാൻ കുറച്ച് ഓൾഡ് സ്കൂളാണ്. എനിക്ക് ശരദിന്ദു അങ്ങനത്തെ സോങ്സ് ഒക്കെയാണ് ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് ഞാൻ സന്യാസിനി കേട്ടോണ്ട് വരികയായിരുന്നു. അത് എന്റെ ടേസ്റ്റേ വേറെയാ. ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണൽ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിരിക്കണം. എനിക്ക് അതിൽ പെട്ട് കിടന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് പേരെ ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫേസ് ഫ്ലിങ്സും ഒക്കെ ആയിട്ട് ഇഷ്യൂസിൽ കിടന്നിട്ട് നമ്മളോട് ഇപ്പം ഞാൻ ഡോക്ടറും കൂടി ആണല്ലോ. അപ്പം എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഉൾപ്പെടെ അവർ സൈക്കോളജിക്കലി ഒട്ടും ഓക്കെ അല്ല. വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പാർട്ട്ണർ ഇഷ്യൂസ് ആണ്. അപ്പം അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പോവാൻ തോന്നുന്നില്ല. അപ്പം ആ ഒരു ബ്ലെൻഡ് ആയിട്ട് ഒരു വരുന്ന സമയത്ത് നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് ഭയങ്കര ക്ലാരിറ്റി അതിലുണ്ട്. നമുക്ക് എക്സ്പീരിയൻസസ് ഇല്ല എന്ന് ഞാൻ പറയണില്ല. നമുക്കൊരു അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓക്കെ അല്ല. ഓക്കെ അല്ലാത്ത എൻവയോൺമെന്റിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുക, നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കുക. ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഫ്രീ ആവും. ഞാൻ മെന്റലി ഇപ്പൊ ഭയങ്കര ഫ്രീ ആണ്. അതെ, കല്യാണം കഴിച്ചവരൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതിന്റെ ഒരു സമാധാനം ഭയങ്കര വലുതാ. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നു. ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാനും അങ്ങനെ ആ ജീവിതം ഭയങ്കര നല്ലതാണ്. അതിനെ ലിമിറ്റ് ചെയ്യുന്ന യാതൊന്നിനെ ഞാനിപ്പം എടുക്കുന്നില്ല. അത് എന്റെ ഡിസിഷൻ. അത് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്റെ വീട്ടിലും ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ അത് ഓക്കെ അല്ല, മറ്റത് ഓക്കെ അല്ല. അത് ഒരിക്കലും ഫിസിക്കൽ അട്രാക്ഷനോ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അതെനിക്ക് അറിയാം നന്നായിട്ട്. ഞാൻ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുകൊണ്ടല്ല എനിക്ക് അയാളെ ഇഷ്ടമല്ലാത്തത്. നമ്മൾ ഒരിക്കലും അനുഭവിച്ച ഒരു ട്രോമയിലേക്ക് വീണ്ടും നമ്മൾ പോവേണ്ട ഒരു സാഹചര്യം വരരുതെന്നുള്ളതിനെ പറ്റി ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ. ഭയങ്കര കോഷ്യസും ആണ് ആൾക്കാരോട്. നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം വേണ്ട, അതേ ഉള്ളൂ. അത് നടക്കേണ്ട സമയത്ത് നടന്നോളൂ. നിങ്ങൾ പാറിപ്പറി നടന്നോളൂ. സംസാര മധ്യേ പറഞ്ഞ ലിറിക്സിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ, സന്യാസിനി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്നൊക്കെ പറയുന്നതിന് പലതരത്തിലുള്ള ഡയമെൻഷനിൽ എല്ലാ കാലഘട്ടത്തിലും സംസാരിക്കാറുണ്ട്. അതിപ്പോൾ ഓരോരുത്തരും അതിനെ വ്യാഖ്യാനിക്കുന്നത് അവരുടേതായ മനസ്സിനകത്ത് നിന്നിട്ട് അവർ കണ്ട സ്വപ്നങ്ങളും സങ്കല്പങ്ങളും അവരുടെ കാമുകിയും വേർപിരിയലും ഒക്കെ. ഹരിതയ്ക്ക് ശരിക്കും ആ പാട്ട് എന്താണ് സന്യാസിനി? എനിക്ക് ഇന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. അതാണ്. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളോടും പറയാം, അതുപോലെ സ്നേഹിക്കുന്ന ഒരാളോടും പറയാം. അങ്ങനത്തെ എൻ്റെ ടേസ്റ്റ് ഓഫ് എന്താ പറയുക, ലിറിക്കൽ ടേസ്റ്റ് കുറച്ച് ഇങ്ങനത്തേതാ. ഇപ്പം എന്നോട് ഒരാൾ ചോദിച്ചു ഫേവറേറ്റ് റൊമാൻറ്റിക് സോങ് ഏതാ, ഞാൻ മരണമെത്തുന്ന നേരത്തെന്നാ പറഞ്ഞത്. അപ്പം ആളെ ഇന്റർവ്യൂ ചെയ്യാം, അപ്പൊ ക്യാമറ ഓഫ്, ഇത് റോൾ ചെയ്യണോ എന്ന് ചോദിച്ചു. ബിക്കോസ് ഞാൻ പറഞ്ഞു ചെയ്തു, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം എനിക്കത് എന്നും എന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നത് ആത്മാവാണ് പറയുന്നത്. അത് ആത്മാവിന് അങ്ങനെ പറയണമെങ്കിൽ അയാളുടെ ശരീരത്തിലും അയാളുടെ ചിന്തകളിലും എല്ലായിടത്തും ഈ കുട്ടി അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ ആണല്ലോ. അപ്പൊ അത് ഭയങ്കര ഉദാത്തമായ ഒരു സാധനമാണ് വയലാർ സാർ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് ഞാനിങ്ങനെ വയലാർ ദേവരാജൻ എല്ലാം ഇങ്ങനെ കേൾക്കും. ജോൺസൺ ഇതുപോലെ ഒരു നാൾ ശുഭരാത്രിയേകി പോയി ONV സാർ ഗുൽമോഹറിൽ എഴുതിയതാ. അതും ഇതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന പാട്ടുകൾ. നമ്മളെ ചില വരികൾ നമ്മൾ മരിച്ചു വീഴാറുണ്ടെന്ന് പറയില്ലേ, അങ്ങനത്തെ വരികളാണ് ഇതൊക്കെ. ഞാൻ അങ്ങനത്തെ വരികളിൽ അങ്ങ് അലിഞ്ഞു പോവും. അപ്പൊ എനിക്ക് അത്രയും എന്നെ ഇത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചില കവിതകൾ ഇപ്പൊ സന്യാസിനിയിൽ
ഈ ഒരു ടേക്ക് അവേ ഉണ്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢം എന്നോട് ആരാമത്തിൽ. എനിക്ക് എന്താ ഇല്ലാത്ത കാമുകനെ ആലോചിച്ചിരുന്നിട്ട് വിഷമിക്കുന്ന സ്വഭാവമുണ്ട്. അക്കൂട്ടത്തിൽ തോന്നിയതാണിത്. അപ്പൊ എനിക്ക് സ്വപ്നങ്ങൾ കണ്ട് നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഞാനിങ്ങനെ ഓർക്കും ONV സാർ എങ്ങനെയാണ് ഇങ്ങനെ പ്രണയാർദ്രമായിട്ട് വരികൾ എഴുതുന്ന. ഞാൻ ബേസിക്കലി ലവ് സോങ്സ് കേൾക്കാറുണ്ടല്ലോ. അപ്പൊ എനിക്കിതിങ്ങനെ ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ എന്നൊക്കെ പറയുമ്പോ അത് എത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള, എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളെ കാത്തിരുന്നിട്ടാണ് ആ ആരാമത്തിൽ ഒരു മുറി തുറക്കാതെ വെക്കുന്നത് എന്നാലോചിച്ച്. പിന്നെ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നാണ്. ചെവിയിൽ പാടുക പോലെയല്ല, ചെവിയിൽ മൂളാൻ പാടുന്നുണ്ടാവും, പക്ഷെ ഒരു മൂളാൻ എന്നാണ് എഴുതിയത്. അപ്പൊ അതൊക്കെ ഭയങ്കര പൊയറ്റിക് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പാട്ട് ഭയങ്കര ഫേവറേറ്റാ. പിന്നെ അതുപോലെ മരണമെത്തുന്ന നേരത്ത് മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങനത്തെ ഡീപ്പാണ് ഇഷ്ടം. സന്യാസിനിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷനും കൂടെ ഉണ്ട്. അത് എപ്പോഴും നമ്മളിങ്ങനെ, അതെ എനിക്ക് തോന്നുന്നു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ കാണുമെന്ന് പറയുന്നില്ലേ, ആ സ്ഥലത്ത് രണ്ട് തരത്തിലുള്ള കാര്യമാണ് ഞാൻ സങ്കല്പിക്കുക. ഒന്ന് റിവഞ്ച്, അതായത് ഞാനിവിടെ അടയാളപ്പെടുത്തിയിടും എന്നെ, അന്ന് നീ എന്നെ അങ്ങനെ കാണും. എനിക്കത് എമ്പത്തി ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. എനിക്ക് റിവെഞ്ച് ആയിട്ട് തോന്നില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് റിവെഞ്ച് ആയിട്ട് തോന്നുന്നതേ ഇല്ല. അപ്പൊ ആ ഒരു ജേർണിയിൽ എവിടെയെങ്കിലും ഇവരുടെ കാൽപ്പാടുകൾ നമ്മൾ ഒരാൾ അനുഭവിച്ച സിറ്റുവേഷൻ ഇല്ലേ, നമ്മള് കറക്റ്റ് നമ്മൾ ആ ഷൂസിൽ നിൽക്കും എന്ന് പറയുന്നത് ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാനൊരാൾക്കൊരു വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേദന നമ്മൾ അനുഭവിച്ചിരിക്കും, അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാണും എന്നായിരിക്കില്ല, കാണും എന്നായിരിക്കും. അതിന് സാധ്യതയുള്ളൂ. വയലാർ സർ ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും എഴുതിയത്. അല്ല, പല രീതിയിൽ ഇത് കാണാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ദാസേട്ടന് ഗുരുവായൂർ കയറാൻ കഴിയാത്തപ്പോ ഒരു ദിവസം ഞാൻ കയറും, ഗോപുരവാതിൽ തുറക്കും വാശിയോടെ പറയുന്ന മനുഷ്യനാണ്. അത്തരത്തിലുള്ള വിപ്ലവ സാധ്യതകൾ ഒരുപാടുള്ളതുകൊണ്ട് ഞങ്ങൾ കാമുകന്മാർ ഇങ്ങനെ കൂടെ കാണും. നിങ്ങൾ ബ്രേക്കപ്പുള്ള കാമുകന്മാർ അങ്ങനെ കാണും, വിരഹിണിയായ കാമുകന്മാർ ചിലപ്പോ കാണുമായിരിക്കും. അത് ഒരു എവിടെങ്കിലും വെച്ചിട്ട് ഇയാളുടെ ഒരു മുഖം അല്ലെങ്കിൽ അനുഭവിച്ച ഒരു പാത നമ്മൾ എവിടെങ്കിലും ആ ഒരു ഫുട് പ്രിന്റ് അവശേഷിക്കും എന്ന് പറയില്ലേ, അത് ഭയങ്കര കറക്റ്റ് അല്ലേ. നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുന്നത് ഒരു കാര്യമായിരിക്കും എന്ന് പറയാറുണ്ട്. ഞാൻ എവിടെയോ വായിച്ചത്, റൂമിൽ എവിടെയോ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും, ലവിലാണെങ്കിലും എന്തിലാണെങ്കിലും. അപ്പം ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. അപ്പൊ അത് ഫിലോസഫിയാണ്, അങ്ങോട്ട് അധികം പോവണ്ട, ഞാൻ ഇങ്ങനെ വാചാല ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ രാത്രി പകലിനോട് എന്ന പോലെ തന്നെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും അരിച്ചിറങ്ങാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര പാടുവിട്ടാണ് രാത്രി, കുറെ ടൈം എടുത്തിട്ടില്ലേ രാത്രി പകലിനോട് യാത്ര പറയുന്നതെന്നുള്ള ഒരു സങ്കല്പം. അപ്പൊ അങ്ങനെ പറ്റുള്ളൂ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം ഇന്ന് ഞാൻ നടത്താറുണ്ട് പുതിയ കാലഘട്ടത്തിൽ. പണ്ട് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഒരു ദുഃഖമുള്ളൊരു പാട്ട് കേൾക്കുന്നു, ഭയങ്കര സങ്കടം വരുന്നു, നസീർ സാർ പാടുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അതിന് കുറച്ചുകൂടെ ഒരു ഈ പറയുന്ന പോലെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ അത് അങ്ങനെ അരിച്ചിറങ്ങി പോകാനേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഒക്കെ അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഭാഷയാണുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല, ബ്രേക്കപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് മുറിക്കാൻ പറ്റില്ല. അത് കുറച്ച് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം, എങ്കിലേ അത് ബ്രേക്കപ്പ് ഹാംഫുൾ ആവാതിരിക്കുള്ളൂ എന്നുള്ളതാണ്. ഒരു ചായ കുടിച്ച് പിരിയാന്നൊക്കെ പറയുന്നത് അതിന്റെ നടക്കാത്ത കാര്യമാണ്. അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ അടികളൊക്കെ കൂടേണ്ടി വരും. പക്ഷെ എങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും നടക്കില്ല. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല, അരിച്ചിറങ്ങിയേ പറ്റുള്ളൂ. അതെല്ലാം ഗ്രേയിലായിരിക്കുമല്ലോ. അതെ അതെ അതെ. അപ്പൊ രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ, അങ്ങനെ പറ്റുള്ളൂ, പതിയെ പറ്റുള്ളൂ. ദുഃഖമാണ്, പക്ഷെ കവി എഴുതിയത് ഒരു പക്ഷെ ആ ദുഃഖം ആണ്. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് രാത്രി. ദുഃഖം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ സ്വാഭാവികമായ പരിണാമത്തെ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണമെന്നൊരു മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇങ്ങനെ ഞാൻ ഡീകോഡ് ചെയ്യാറുണ്ട്, ഇരുന്ന് വിശകലനം ചെയ്യാറുണ്ട് ഓരോ പാട്ടുകളും. അപ്പൊ നല്ലതാ, നമുക്ക് വളരാൻ നല്ലതാ. ഇത് പോയ കടന്നു വന്ന പാതകൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര നല്ലതാ. അതേപോലെ തന്നെ കൈതപ്പുറത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിൽ വരുന്ന പാട്ടെന്ന് പറയുന്നത് കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ. ഒരുപാട് പാട്ട് ഇഷ്ടമാണ്, സുമുഹൂർത്തമായാണ് എന്റെ ഏറ്റവും ടോപ്പ് ഇഷ്ടപ്പെട്ട പാട്ട്. പക്ഷേ സുമുഹൂർത്തം എനിക്ക് ആ ലൈൻ ഭയങ്കര ഇഷ്ടമാണ്. ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ഞാൻ ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വരി, പണ്ട് കേട്ടതാ. രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ അങ്ങ് എന്തിനു വെറുതെ പതിച്ചു വെച്ചു. എന്നുവെച്ചാൽ അവളുടെ അനുരാഗത്തെ ചിങ്കോൽ തുരുമ്പില്, സീത തുരുമ്പായിട്ടേ കാണുന്നുള്ളൂ, തുരുമ്പിൽ അങ്ങ് എന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാരൻ എന്നും ആ സങ്കല്പ പാദപത്മങ്ങളിൽ. അത് നിങ്ങൾക്ക് യോജിക്കുന്നതാ, ഞങ്ങൾക്ക് യോജിക്കുന്നതല്ല. എന്നും ആ സങ്കല്പ പാദപത്മങ്ങളിൽ. അതെ, നിങ്ങൾ ഓൾഡ് ആണല്ലോ, ഞാൻ ന്യൂജൻ ആണ്. ഞാൻ ഓൾഡ്, അതെ അതെ, ഞാൻ ഓൾഡ് സോളോ ആണ്, ഓൾഡ് സ്കൂളും ആണ്.
അപ്പോൾ എന്താ പറയാ, എന്നും ആ സങ്കല്പ പാദപത്മങ്ങളിൽ തലചായ്ച്ച് വെച്ചേ ഉറങ്ങാറുള്ളൂ സീത ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്നത്. എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ പക്ഷെ അങ്ങനെ അല്ല ചെയ്തത്. അത് ഓൾഡ് സ്ത്രീയുടെ ഒരു സംഭവമാണ്. അതൊരു പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ഉണ്ട്. സീത ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. രാവണന്റെ വേറൊരു സീതാരാമായണത്തിൽ ഞാൻ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ട് വായിച്ച സമയത്ത് രാവണൻ വില്ലൻ അല്ലല്ലോ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ എവിടേക്കോ പറയുന്നുണ്ടല്ലോ. അപ്പൊ രാവണന്റെ ആ ഒരു ക്രൂരത അല്ലാത്ത വളരെ പാവമായ ഒരു രാവണൻ ചിന്തിക്കുമ്പം സീതയെ കാണുന്ന രീതി, അതുപോലെ സീത ഇവിടെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസസ് ഭയങ്കരമാണല്ലോ. മറ്റേ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മനസ്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയില്ലേ സിനിമയിൽ, അത് തന്നെ. പക്ഷെ അതിന്റെ ഒടുവില് രവീന്ദ്ര മാഷിന്റെ മ്യൂസിക്കിന്റെ ഒരു ചടുലതയില് വരികൾ വരുന്നതെന്ന് വെച്ചാൽ, പിടയ്ക്കുന്ന പ്രാണൻ വിതുമ്പുന്ന ശോകാന്ത രാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്ന ആശാപാശങ്ങൾ അധർമ്മം നടുക്കുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിലായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അധർമ്മത്തെ നടുക്കിക്കൊണ്ടിരുന്ന ആ മാർത്താണ്ഡ പൗരുഷം വിഷ്ണുവിന്റെ അവതാരം ശരിക്കും രാമശിലായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ എന്ന് ചോദിക്കുന്നത് ഇതൊക്കെ ഓർത്തിരിക്കും അല്ലെ, ഇത്രയും ലിറിക്സ്. അയ്യോ, അത് ലെജൻഡിന്റെ അതെ, എന്നാലും കുറെ സോങ്സ് ഇങ്ങനെ ഓർത്തിരിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. ഞാൻ ഭയങ്കര ലിറിക്സ് ഒബ്സസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പം ഓ ഇങ്ങനെയൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കുന്നുള്ളവരുണ്ടല്ലോ എന്ന് തോന്നും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം വായിക്കുന്ന സമയത്ത് ഇപ്പൊ യയാതി, കർണൻ, ഊർമിള വേറൊരു പെർസ്പെക്റ്റീവ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെ അഭിരമിച്ചിരിക്കാറുണ്ട്. ഇങ്ങനെയും ചിന്തിക്കാം. ശരിക്കും വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അൺവൈഡ് ആവും, നമ്മൾ ചിന്തിച്ചു പോന്നിരുന്നത്. അതുപോലെ അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ സീതയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഊർമിളയെ കണക്ട് ആയത്. ഊർമിളയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മുടെ ടോപ്പിക്ക് വേറെ ദിശയിലേക്കൊക്കെ പോകുന്നു. പക്ഷെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഭയങ്കര നല്ലതാ. ഇപ്പൊ സോങ് റൈറ്റിംഗിലും ലിറിക് റൈറ്റിംഗിലും ഒക്കെ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ പറയും. അപ്പൊ അത് ഭയങ്കര നല്ലതാ. എനിക്ക് പുതിയ കുറെ ലിറിസിസ്റ്റുകളോട് തോന്നുന്ന വേർഡ് പ്ലേ ഉണ്ടല്ലോ, അവരുടെ വേർഡ് പ്ലേയിൽ തോന്നുന്ന ഇംപ്രഷനും ഇത് തന്നെയാ. അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അപ്പൊ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ്, അത് അപ്രീഷ്യബിൾ ആണ്. ഇനി ഏതൊക്കെ വർക്ക് പുറത്തു വരാനുള്ള? ഇനി ഷാൻ റഹ്മാന്റെ ഒരു മൂവി ഇറങ്ങാനുണ്ട്. അതിലൊരു 3 പാട്ട് എഴുതാൻ പറ്റി. ജസ്റ്റിന്റെ തന്നെ ഒരു പടമുണ്ട്, ഹിന്ദിയാണ്. അതിലൊരു സംസ്കൃതം ഞാൻ ചെറുതായിട്ട് അതിൽ മോഷൻ പോസ്റ്ററിൽ വന്നു. മാറാറിൽ വരുമോ നമുക്ക് അറിയില്ല. ഞാൻ എഴുതി കൊടുത്തു മഹാവതാർ. അതില് അത് ഹിന്ദി മൂവി ആയതുകൊണ്ട് വിക്കി കൗശൽ അഭിനയിക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ വലിയ പാട്ടൊന്നും അല്ല, ഞാൻ ചെറിയ 2-3 വരികളെ എഴുതി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതെന്റെ മൂവി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഇറങ്ങാനുണ്ട്. മലയാളം മൂവി ആമുഖങ്ങൾ എന്നൊരു മൂവിയുണ്ട്, സിത്താരേച്ചി പാട്ട് പാടിയതാ, അതിറങ്ങാനുണ്ട്. പിന്നെ 2-3 പേരിടാത്ത പടങ്ങളിൽ ഞാൻ പാട്ട് എഴുതി കൊടുത്തു. അത് ഇറങ്ങുന്ന എന്നാ നമുക്ക് അറിയാത്തത് കൊണ്ടും പോസ്റ്റർ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ഇറങ്ങാനുണ്ട്, നല്ല കുറച്ച് വർക്ക്സ് ഇറങ്ങാനുണ്ട്. അതൊക്കെ പേരിട്ട് പുറത്തു വരട്ടെ. അതെ, അങ്ങനെ ഈ പേരും വളരട്ടെ. പിന്നെ ഡബിങ് മൂവി ആദ്യമൊക്കെ വന്നപ്പോ രാജീവ് ആലെങ്കിലും പിന്നീട് ഈ ആര്യ പോലെയുള്ള സിനിമകളിൽ സിജു തുറവൂരും ഒക്കെ എഴുതുന്നത് പോലെ സംസ്കൃതത്തിലെ ഒരു എഴുത്തുകാരി നിങ്ങളായിട്ട് അറിയപ്പെടട്ടെ. നമ്മള് മലയാളത്തിലെ ഒരു സംസ്കൃത എഴുത്തുകാരിയായിട്ട് അറിയപ്പെടട്ടെ. സംസ്കൃതം ഹിന്ദി ഒക്കെ നമ്മൾ അങ്ങനെ വേണമെന്ന് വിചാരിച്ച് വന്നതല്ല, എങ്ങനെയോ വന്നതാണ്. ഈ പറയുന്ന പോലെ മലയാളം പാൻ ഇന്ത്യൻ മൂവീസിൽ തെലുഗു മൂവിയുടെ മലയാളവും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അത് തെലുഗ് അറിയില്ലല്ലോ, കന്നഡ അറിയില്ല, ഹിന്ദി അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ മലയാള റീഡബ് വരുമ്പോൾ എഴുതുന്നുണ്ട്. അപ്പൊ അത് മലയാളം സാഹിത്യപരമായതെല്ലാം ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നതാ. സംസ്കൃതം മാത്രല്ല, എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമുള്ള ഭാഷ, തമിഴും. അപ്പം എല്ലാം സംസ്കൃതം ഇതിനോടൊക്കെ കണക്റ്റഡും ആണ്. അപ്പൊ അങ്ങനെ തുടരൂ മലയാളി മങ്കേ. താങ്ക് യു.